യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പുകാല ചിന്തയിലേക്ക് സ്വാഗതം. പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. സുഭാഷിതം 9:10. വിശുദ്ധ തോമസ് അക്വീനാസ് പറയുന്നു, ദൈവത്തെക്കുറിച്ചുള്ള എൻ്റെ ഏറ്റവും വലിയ അറിവ് അവനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നതാണ്. സ്വയം അറിയുകയെന്നത് ദൈവത്തെ അറിയാനുള്ള ആദ്യ പടിയാണ്. ഓരോ നോമ്പും സ്വയം അറിഞ്ഞ് ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കാനും ആശ്ലേഷിക്കാനും ആരാധിക്കാനും സേവിക്കാനും നമ്മെ പ്രാപ്തനാക്കുന്നു. യഥാർത്ഥത്തിൽ ഞാൻ ആരാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് ജീവിക്കുക നോമ്പിൻ്റെ ചൈതന്യത്തിന് അവശ്യ ഘടകമാണ്. അതായത് ഫൈൻഡ് ഔട്ട് റിയൽ സെൽഫ്. ഒന്നാമതായി, എല്ലാവരും കാണപ്പെടുന്ന ഒരു സെൽഫ്, ഒരു പുറം എനിക്കുണ്ട്. പെർസീവ് സെൽഫ്, പുറത്ത് കാണിക്കുന്ന ഒരു രൂപം. നല്ലവനാണ്, പ്രാർത്ഥിക്കുന്നവനാണ്, എല്ലാ ദിവസവും പള്ളിയിൽ പോകും, ഇടപെടലിൽ വലിയ എളിമ, എന്നാൽ നിരന്തരം തെറ്റിന് അടിമയാണെന്ന സത്യം എനിക്ക് മാത്രമറിയാം, മറ്റാർക്കും അറിയില്ല. രണ്ടാമതായി, എന്നെക്കുറിച്ച് പരസ്പരം ആളുകൾക്ക് അറിയാൻ കഴിയുന്ന സെൽഫ്, ഓപ്പൺ സെൽഫ്. മൂന്നാമതായി, ഹൈഡൻ സെൽഫ്, മറച്ചു വെച്ചിരിക്കുന്ന സെൽഫ്. എനിക്ക് മാത്രം അറിയാം ഞാൻ ആരാണെന്ന് ഒരു ഡാർക്ക് ഏറിയ എന്നിലുണ്ട്. നാലാമതായി, സ്വയം തിരിച്ചറിയാൻ കഴിയാത്ത സെൽഫ്, ബ്ലൈൻഡ് സെൽഫ്. അഞ്ചാമതായി, എന്നെക്കുറിച്ച് ദൈവത്തിന് മാത്രം അറിയാവുന്നത്, എനിക്കും ആർക്കും അറിയില്ലാത്തത്, അൺനോൺ സെൽഫ്. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7:19 പൗലോസ്ലീഹായ്ക്കും ഈ ഒരു പ്രശ്നം നേരിട്ടിരുന്നുവെന്ന് തിരുവചനം നമ്മെ സൂചിപ്പിക്കുന്നു. ഈശോയുടെ വാത്സല്യ ഭാജനങ്ങളെ, ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണല്ലോ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന. 7 യാചനകളിൽ 6ാമത്തെ യാചനയിൽ പ്രലോഭനത്തിലൂടെ നമ്മെ വിശുദ്ധീകരിക്കുവാൻ സഹായകമാകുന്ന വെളിപ്പെടുത്തലുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. കത്തോലിക്ക സഭയുടെ വിശ്വാസ നിക്ഷേപം അഥവാ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2847 സഭാപിതാവായ ഒറിജന്റെ വാക്കുകളിലൂടെ ഈ കാര്യം സൂചിപ്പിക്കുന്നത് നമുക്ക് ശ്രവിക്കാം. പ്രലോഭനത്തിന് ഒരു തരം പ്രയോജനമുണ്ട്. നമ്മുടെ ആത്മാവിൽ സ്വീകരിച്ചിട്ടുള്ളവ ദൈവത്തിനല്ലാതെ ആർക്കും നമുക്ക് പോലും അറിയില്ല. എന്നാൽ പ്രലോഭനത്തിലൂടെ അവ വെളിപ്പെടുന്നു. അത് നാം ഏതു തരക്കാരാണെന്ന് ഇനിയും മറഞ്ഞിരിക്കാതെ നാം ആരാണെന്നറിഞ്ഞുകൊണ്ട് നമുക്ക് മനസ്സുണ്ടെങ്കിൽ സ്വന്തം തെറ്റുകൾ അറിയാനും പ്രലോഭനങ്ങളിലൂടെ വെളിപ്പെടുത്തപ്പെട്ട നന്മകളെ പ്രതി നന്ദി പറയാനും വേണ്ടിയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സുഭാഷിതം 20:30 വചനം പറയുന്നു, കനത്തയടി മനസ്സിൻ്റെ ഉള്ളറകളെ ശുചിയാക്കുന്നു. ഈശോയെ, കാൽവരി മലയുടെ നെറുകയിൽ അവിടുന്ന് പ്രലോഭനത്തിൻ്റെ പാരമ്യത്തിൽ അനന്ത സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ നടത്തി ലോകത്തെ രക്ഷിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രലോഭനങ്ങളെ ഞങ്ങളുടെ രക്ഷയ്ക്കും സഹോദരങ്ങളുടെ രക്ഷയ്ക്കുമായി നിരന്തരം സമർപ്പിക്കുവാൻ, പ്രത്യേകിച്ച്
ഈ നോയമ്പിൻ്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കൃപയായി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.